ഹലോ ഫ്രണ്ട്സ്, ഇത് വന്യജീവി വകുപ്പിൻ്റെ ഇക്കോ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പെരുവണ്ണാമൊഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കാണാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇതുപോലെ തന്നെ നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. അവിടെ എല്ലാ ഇതുമുണ്ട്. പാമ്പ് അധികം വലിയ ഇതൊന്നുമില്ല, ചെറിയ ചെറിയ തോതിലുള്ള ചെറിയ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കുകളുണ്ട്. ഇതേപോലെ എല്ലാ മൃഗങ്ങളൊന്നുമില്ല, സാധാ പാമ്പുകൾ. ഇതേപോലെ തന്നെ മൂർക്കൻ പാമ്പ്, പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കിങ് കോബ്രയിലെ രാജവെമ്പാലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മുട്ടകൾ, പിന്നെ ബട്ടർഫ്ലൈൻ്റെ ഓരോരോ ചെടികൾ, പിന്നെ ഒരു മയിലുണ്ട് അവിടെ. പിന്നെ ഇതിൻ്റെ പുഴേൻ്റെ സൈഡിലെല്ലാമായിട്ട് ചെറിയ ചെറിയ ഓർക്കിഡ് പ്ലാന്റുകളുണ്ട്. പിന്നെ ചെറിയ ഫിഷിങ്, ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അതിനുശേഷം ചെറിയൊരു അരുവി ഉണ്ട് അവിടെ. ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അവിടെ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അത്. പെരുവണ്ണാമൊഴി ഇക്കോ ടൂറിസം നല്ലൊരു സ്ഥലം തന്നെയാണ്. അതിനുശേഷം മുതലകളുണ്ട് അവിടെ. ഒരു മുതലങ്ങാണ്, പിന്നെ ആണ് പാമ്പുണ്ട് അവിടെ. അതേപോലെ തന്നെ പെരുമ്പാമ്പാണിത്. ഇത് 2-3 ടൈപ്പ് പാമ്പുണ്ട്. ഇത് ഒരു പല ടൈപ്പ് കളറുള്ള 3 ഉള്ളത്. അതുപോലെ തന്നെ നല്ല രസമാണ് അവിടെ. അതേപോലെ തന്നെ ഒരു മുതല, പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു അതും കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ നിന്ന് പോയത് ഡാം കാണാനാണ്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഈ ഡാം ഉള്ളത്, സ്ഥിതി ചെയ്യുന്നത്. നേരെ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു സ്ഥലം തന്നെയാണ് അവിടെ. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക് പോകണം. അതിന് ശേഷം ഡാമിൻ്റെ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ മേൽഭാഗമാണ് ഡാമിൻ്റെ ഏറ്റവും മേൽഭാഗം. അവിടെ പോയി കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഡാമിൻ്റെ സൈഡിലൊക്കെ പോയി നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രസമാണ് അവിടെ. സൂപ്പറായിട്ടുള്ള സ്ഥലം തന്നെയാണ് അവിടെ. നേരെ എന്താക്കി, ഇത് ഞങ്ങളെ വീടിൻ്റെ കുറച്ചപ്പുറം ആണ് ഈ സ്ഥലം വരുന്നത്. ഇത് ഡാമിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗമാണ്. സെൻറ്റർ എന്ന് വെച്ചാൽ ഹൈറ്റിൽ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ബോട്ട് സഫാരിയൊക്കെ ഉണ്ട് അവിടെ ചെറിയ തോതിൽ. അപ്പോൾ അത് ആരും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നേരെ എന്താക്കി വീട്ടിലേക്ക് പോയി. താങ്ക് യു ഫോർ വാച്ചിങ്.